നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് സിംഗിൾ എൻട്രി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ എൻട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, അതായത് പ്രോപ്പർ ബുക്ക് കീപ്പിംഗ് മെത്തേഡ്, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യാതെ വെറും ക്യാഷ് ഡീലിങ്സും അല്ലെങ്കിൽ പേഴ്സണൽ ഡീലിങ്സും മാത്രം ഒന്ന് കുറിച്ച് വെക്കുകയാണ് ആര് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ട്രേഡേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻകംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ആണ് ഇവിടെ കോലർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ഇതിൻ്റെ തിയറിയിലേക്ക് കടക്കുന്നില്ല, മിസ് അത് തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കടക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മളതൊരു റിവിഷനായിട്ടാണ് ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്ന തിയറി പോർഷൻസ് ആണ് സിംഗിൾ എൻട്രീൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എടുത്ത് എഴുതി വെച്ചാലും മതി. പിന്നെ മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു തിയറി പോർഷനാണ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി. ഇതൊക്കെ തിയറി പോർഷൻസ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞത് പ്രകാരം നമുക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രധാനമായും വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗവൺമെൻറ്റിന് ടാക്സ് അടിക്കാൻ പറ്റുള്ളൂ, നമുക്കും അറിയാൻ പറ്റുള്ളൂ നമ്മുടെ സ്ഥാപനം എങ്ങനെയാണ് പോകുന്നത് എന്ന്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ ആദ്യം തന്നെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ, ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഇത് കൺവേർഷൻ മെത്തേഡ്. കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ, അതായത് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. നമുക്ക് ഇതിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രോഫിറ്റ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രോഫിറ്റ് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോവുക. കാരണം ഒരു ഓണറിൻ്റെ, ബിസിനസ് ഓണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക. അപ്പോൾ ആ ഒരു വർഷം, നടപ്പ് വർഷം അവിടെ വന്നിരിക്കുന്ന, ആ ബിസിനസ്സിൽ വന്നിരിക്കുന്ന പ്രോഫിറ്റ് ഇയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപ്പ് വർഷം വന്നിരിക്കുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ, അവസാനം വന്നിരിക്കുന്ന ക്യാപിറ്റലിലേക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള അനുമാനം നമുക്ക് വേണം. അതുകൊണ്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് ഇത്, ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ. എന്നിട്ട് പിന്നെ ഈ പ്രൊസീജിയറാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് കിടക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. അതിൽ നിന്നും ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. നടപ്പ് വർഷം സ്ഥാപനത്തിൽ നിന്നും എന്തെങ്കിലും പിൻവലിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വർഷത്തെ പ്രോഫിറ്റ് കിട്ടുക. ഇതും ശരിക്കും യഥാർത്ഥ പ്രോഫിറ്റ് ആവുന്നില്ല, ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുക. ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇനി ഒരുപാട് ചിലവുകൾ ചിലപ്പോൾ വരാനുണ്ടാകും, നമ്മൾ അടുത്ത ഫോർമാറ്റിൽ അത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇത്രയും സിമ്പിൾ മെത്തേഡ് മതി. ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, കറണ്ട് ഇയർ ഡ്രോയിങ്, അഡീഷൻ ടു ക്യാപിറ്റൽ, അതായത് അഡീഷണൽ ക്യാപിറ്റൽ. ഈ വർഷം ഇയാൾ ക്യാപിറ്റലിലേക്ക് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇവിടെ ഈ ഒരു ഫോർമാറ്റിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എഴുതി, അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഡ്രോയിങ്സ് ആഡ് ചെയ്യാം, കറണ്ട് ഇയർ ഡ്രോയിങ്സ്. അപ്പോൾ നമുക്കൊരു തുക കിട്ടി, 86,000 കിട്ടി. അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ 10,000 രൂപ ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്താൽ നമുക്ക് ആ വർഷത്തെ, നടപ്പ് വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. ശ്രദ്ധിക്കുക. ഇനി പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വെൻ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആർ ഗിവൺ. അതായത് നേരത്തെ പറഞ്ഞ മാതിരി അഡീഷണൽ ആയിട്ടുള്ള ചില എക്സ്പെൻസുകളും ചില ഇൻകംസും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന നേരത്ത് എങ്ങനെ പ്രോഫിറ്റ് കാണാമെന്നുള്ളത്.
എക്സ്പെൻസുകൾ ഒരുപാടുണ്ട്. പ്രൊപ്പറേറ്റർക്ക് കൊടുക്കുന്ന സാലറി ഉണ്ടാവാം. അതായത് പ്രൊപ്പറേറ്റർ മീൻസ് ഓണർ ഓഫ് ദ ബിസിനസ്സിൻ്റെ സ്ഥാപകൻ. അയാൾ ഒരു സാലറി വെറുതെ എഴുതി വാങ്ങുന്നുണ്ടാവും ബിസിനസ്. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് ചിലവാണ്. കാരണം ബിസിനസ്സിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്, പ്രൊപ്പറേറ്ററുടെ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് അതിൽ നിന്ന് ഇയാൾ ഇൻട്രസ്റ്റ് ഈടാക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഏതെങ്കിലും ഒരു ഇൻകം നമുക്ക് അടുത്ത വർഷം കിട്ടേണ്ട ഇൻകം ഈ വർഷം റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അടുത്തത് ബാഡ് ഡെപ്റ്റുകൾ, ഒരു വ്യക്തി നമുക്ക് കാശ് തരാണ്ട് ഇനി അയാളിൽ നിന്ന് കിട്ടില്ല എന്നൊരു ഉറപ്പ് വരികയാണെങ്കിൽ ബാഡ് ഡെപ്റ്റായിട്ട് കണക്കാക്കുന്നു. ഡിസ്കൗണ്ട് അലൗഡ്, എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ നമ്മൾ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസാണ്. നമ്മുടെ ഡിപ്രിസിയേഷൻ, അതായത് ഫിക്സഡ് അസറ്റിൽ വരുന്ന തേയ്മാനങ്ങൾ. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന പ്രൊവിഷൻ അല്ലെങ്കിൽ റിസർവ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ടുപോയ ആൾ. അപ്പോൾ ഇയാൾ കാശ് തിരിച്ചു തരുന്ന നേരത്ത് നമ്മൾ ഇയാൾക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഈ വർഷം ഒരു പ്രൊവിഷൻ, ഒരു തുക മാറ്റി വെക്കുന്നതിൻ്റെ പേരാണ് റിസർവ് ഫോർ പ്രൊവിഷൻ. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞാൽ ഈ വർഷം കൊടുത്തു തീർക്കേണ്ട എക്സ്പെൻസുകൾ നമ്മൾ കൊടുത്തു തീർക്കാതിരിക്കുക. അടുത്തത് ഇൻകം സച്ച് ആസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഡിസ്കൗണ്ടുകൾ സ്ഥാപനത്തിൽ നിന്ന് മുതലാളി പിൻവലിച്ച് വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ച് കൊണ്ടുപോയ തുകയാണ് ഡ്രോയിങ്സ്. അതിൻ്റെ ഇൻട്രസ്റ്റ് അയാൾ ഇങ്ങോട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അത് സ്ഥാപനത്തിൻ്റെ ഇൻകമാണ്. അത് കഴിഞ്ഞിട്ട് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. നമ്മൾ ക്രെഡിറ്റർ പറയാണ്, അതായത് ക്രെഡിറ്റർ മീൻസ് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളാണ് നമ്മുടെ ക്രെഡിറ്റർ. നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി മുഴുവൻ കാശ് തരണ്ട, ഞാൻ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് തരാമെന്ന്. ആ ഒരു വാക്കിന് പുറത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൊവിഷൻ മാറ്റി വെക്കുകയാണ്. അതിൻ്റെ പേരാണ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അടുത്ത വർഷം അടയ്ക്കേണ്ട എക്സ്പെൻസ് നമ്മൾ ഈ വർഷമേ അടച്ചാൽ അത് നമ്മുടെ ഇൻകമായിട്ട് പരിഗണിക്കും. ഈ വർഷം കിട്ടേണ്ട ഇൻകം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകമാണ്, അത് നമ്മൾ ഇൻകമായിട്ട് പരിഗണിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ എക്സ്പെൻസുകളും ഇൻകംസും വരുമ്പോൾ ഫോർമാറ്റിൽ വരുന്ന മാറ്റങ്ങൾ, ഇതുവരെയുള്ള ഫോർമാറ്റിൽ യാതൊരു മാറ്റവും. നമ്മൾ നേരത്തെ കണ്ട പേജിൽ കണ്ട അതേ ഫോർമാറ്റ് തന്നെയാണ് ഇതുവരെ. ഇതിനുശേഷം നമ്മൾ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ലെസ് ചെയ്യുക, ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻകംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുക. ഒരു കണക്കിലേക്ക് കടക്കാം. അപ്പോൾ ഷാ എന്നൊരു വ്യക്തിയുടെ ബുക്ക് കീപ്പിംഗ് ആഡ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാം സിംഗിൾ എൻട്രി എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചില ഇൻഫർമേഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ ഈ 2 ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് നോക്കി നമ്മൾ മനസ്സിലാക്കണം ഏതാണ് ഓപ്പണിംഗ് എന്നും ഏതാണ് ക്ലോസിംഗ് എന്നും. ഇവിടെ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും 2018, അപ്പോൾ 2019. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലും ഇത് ക്ലോസിംഗ് ക്യാപിറ്റലും. ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന അഡീഷണൽ ക്യാപിറ്റൽ. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഇയാൾ കൊടുക്കാനുള്ള സാലറി ആയിരുന്നു, അത് കൊടുത്തിട്ടില്ല, അപ്പോൾ അത് എക്സ്പെൻസ് ആണ്. ഇയാൾ പിൻവലിച്ച തുക ഡ്രോയിങ്സ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഇയാൾ അടച്ച ഇൻഷുറൻസ്, അടുത്ത വർഷം അടയ്ക്കേണ്ട ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ആയിട്ട് ഈ വർഷം അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇയാളുടെ ഇൻകമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഇയാൾക്ക് എവിടുന്നോ റെൻറ്റ് കിട്ടാനുണ്ട്, വാടക കിട്ടാനുണ്ട്, അത് പക്ഷേ കിട്ടിയിട്ടില്ല. ഇതും ഈ വർഷത്തെ ഇൻകമായിട്ട് തന്നെ പരിഗണിക്കണം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതുന്നു. അതിൽ നിന്ന് ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. ഒരു തുക കിട്ടി 1,62,000. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നത്, അല്ല ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസുകൾ ലെസ് ചെയ്യുക. ഇവിടെ ആകെ വന്നിരിക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. ഈ 2 ഇൻകംസാണ് വന്നിരിക്കുന്നത്, അത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവസാനം കിട്ടുന്ന തുകയാണ് നെറ്റ് പ്രോഫിറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി കുറച്ച് കഴിഞ്ഞാൽ ഒരു തുക കിട്ടും 34,000. അതിൽ നിന്ന് നമ്മൾ ഈ 2 ഇൻകംസ് ആഡ് ചെയ്യുക. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടാനുള്ള റെൻറ്റ് കിട്ടിയിട്ടില്ല ഈ വർഷം, ഇൻകമാണ്, നമ്മൾ ഈ വർഷം തന്നെ രേഖപ്പെടുത്തണം.
പിന്നെന്താണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നമ്മൾ അടയ്ക്കേണ്ട ഇൻഷുറൻസ് ആദ്യമേ അടച്ചു കഴിഞ്ഞാൽ, അടുത്ത വർഷം അടയ്ക്കേണ്ട ഇൻഷുറൻസ് ഇപ്പോഴേ അടച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ വർഷത്തെ ഇൻകം ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. നമ്മുടെ ഇൻകത്തിൽ നിന്നല്ല നമ്മൾ അടച്ചത് വെറുതെ അനാവശ്യമായിട്ട്. ഈ വർഷം അല്ല, അടുത്ത വർഷത്തെ സാധനം വെറുതെ ഈ വർഷം അനാവശ്യമായിട്ട് അടച്ചത് കൊണ്ട്. അങ്ങനെ ഈ 2 ഇൻകം കൂടി ആഡ് ചെയ്യുമ്പോൾ അവസാനം വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും ഡിഫറൻസുകളാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ്, ഇത് വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അക്കൗണ്ട് അതിൻ്റെ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ടാവും, ഇതിനത് ഉണ്ടാവില്ല. പിന്നെ ഇത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്, കുറച്ചുകൂടി വിപുലമാണ്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. അത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് നേരം വൈകും. എക്സ്പെൻസും ഇൻകവും വരുന്നൊരു കണക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ പേര്, അദ്ദേഹം എങ്ങനെയാണ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ സിംഗിൾ എൻട്രി ആണ്. അപ്പോൾ പ്രോപ്പറായിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഈ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്നത് ക്യാപിറ്റൽ, 2 ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഡേറ്റുകൾ നോക്കി മനസ്സിലാക്കണം. ഓപ്പണിംഗ്, ക്ലോസിംഗ്. ഈ വർഷം അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്തായിട്ട് വരും? എക്സ്പെൻസ് ആണ്. അയാളുടെ ഡ്രോയിങ്സ്, ഈ വർഷം അയാൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പിൻവലിച്ച തുക. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്താണത്? പ്രീപെയ്ഡ് ആയിട്ട് തുക അടച്ചു കഴിഞ്ഞാൽ അത് ഇൻകമാണ്. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടാനുള്ള റെൻറ്റ് അയാൾക്ക് കിട്ടിയിട്ടില്ല, അതെന്താണ്? ഇൻകമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കണക്കിൽ ഇതാണ് സൊല്യൂഷൻ വരുന്നത്. ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതി. ഏതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ? 1,50,000. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് എഴുതി. അഡീഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് ആഡ് ചെയ്ത് ആ തുകയിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്താൽ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കും. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് ആയ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയറുകളെ കുറിച്ച് പഠിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ നോട്ട്സ് മിസ് തന്നിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റിന് ബദലായിട്ട് ബാലൻസ് ഷീറ്റിന് ബദലായിട്ട് സിംഗിൾ എൻട്രിയിൽ വെക്കുന്ന സാധനമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ്. സിംഗിൾ എൻട്രിയിൽ, ഇത് ഡബിൾ എൻട്രിയിൽ വെക്കുന്നതാണ്. ബാലൻസ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, എത്രമാത്രം ബാധ്യതകൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഉണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം സ്വത്തുക്കൾ അവരുടെ കൈവശമുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് വെക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനാണ് ബാലൻസ് ഷീറ്റ് വെക്കുന്നത്. അതിന് ബദലായിട്ട് ഈ സിംഗിൾ എൻട്രിയിൽ കറക്റ്റായിട്ടുള്ള അക്കൗണ്ടിങ് കീപ്പ് ചെയ്യാത്തത് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ആണ് ഇവിടെ സൂക്ഷിക്കുന്നത്. അക്കൗണ്ടിൻ്റെ ഒരു കണക്ക് നോക്കാം. എക്സാമ്പിൾ 3 ആണ്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ട്രേഡർ സിംഗിൾ എൻട്രിയിലാണ് പ്രോപ്പറായിട്ട് ബുക്കുകൾ അയാൾ വെക്കുന്നില്ല എന്നാണ് പറയുന്നത്. വർഷം കൊടുത്തിട്ടുണ്ട് 2019 ഡിസംബർ 31. ഇത്രയും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്. പിന്നെ ഈ വർഷം അയാൾ ചെയ്ത ചില ഇടപാടുകൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ്, കയ്യിലുള്ള കാശ് അസറ്റാണ്, നമ്മുടെ സമ്പാദ്യമാണ്. ക്യാഷ് അറ്റ് ബാങ്ക് നമ്മുടെ സമ്പാദ്യമാണ്, അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ വരേണ്ട സാധനമാണ്. അസറ്റുകളൊക്കെ ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. സ്റ്റോക്ക് ഇൻ ട്രേഡ്. സൺട്രി ഡെപ്റ്റേഴ്സ്, കിട്ടാനുള്ള കിട്ടാക്കടം, അതായത് കിട്ടാനുള്ളത്. കടം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയത്, കിട്ടാക്കടമല്ല, കടം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത്, അത് കിട്ടാനുണ്ട്. അത് വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ അസറ്റാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് അവകാശമുള്ളതാണ്, സമ്പാദ്യമാണ്. നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ കൊടുക്കാനുള്ള കാശ്. പ്ലാന്റ് ആൻഡ് മെഷീനറി,
പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് വെച്ചാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന മെഷീനറീസ് പിന്നെ അതിൻ്റെ പ്ലാന്റ് അസറ്റാണ്, സമ്പാദ്യമാണ്. ഫർണിച്ചർ, നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചറുകൾ സമ്പാദ്യമാണ്. ഈ വർഷം ഈ ട്രേഡർ എല്ലാ മാസവും പെർ മന്ത് 2000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അയാൾ 2000 ഗുണിക്കണം 12 എത്രയാണ്? 24,000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ ഫാമിലി ആവശ്യം, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഡ്രോയിങ്സ്. ഈ ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും എന്ന പോലെ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് തേയ്മാനം ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുന്നതല്ലേ, 10% തേയ്മാനം സംഭവിക്കും. അത് ആവറേജ് ബേസിസിലാണ്. പിന്നെ ഫർണിച്ചറിന് 5% വരും, അതും ആവറേജ് ബേസിസിൽ. പിന്നെ എന്ത് കണക്കാക്കിയിട്ടുണ്ട്? 1000 രൂപ നേരത്തെ പറഞ്ഞ ഇർറിക്കവറബിൾ ആണ്. എന്തിൽ നിന്ന്? സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന്. അതായത് ഈ വർഷം, ഇതാണ് ഈ വർഷം, ഇതാണ് മുന്നത്തെ വർഷം. ഈ വർഷം ഇനി 1000 രൂപ കിട്ടില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ ഡെപ്റ്റർക്ക്, 1000 രൂപ വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക്. പിന്നെന്താണ്? അപ്പോൾ ഇത് കണക്കാക്കിയിട്ട് ഒരു പ്രൊവിഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, 2%. എന്ത്? സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന്. ഇനി ചില ആൾക്കാരിൽ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് കണ്ടുകൊണ്ടാണ് കുറച്ച് തുക മാറ്റി വെക്കുന്നത്. കാര്യം ആ ഭാവിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ നേരത്തെ കാശിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യമേ കുറച്ച് തുക മാറ്റി വെക്കുക, പ്രൊവിഷനായിട്ട് മാറ്റി വെക്കുക, കിട്ടാക്കടം വരുന്ന നേരത്തെ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമ്മളിവിടെ ആദ്യം തന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എഫെയർ തയ്യാറാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അസറ്റുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് നോക്കുക, അസറ്റുകളൊക്കെ എഴുതുക. ലയബിലിറ്റി ഒന്നേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ, തന്നിരിക്കുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ്, അത് എഴുതുക. രണ്ടാമത്തെ വർഷം എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ഓപ്പണിംഗ് ക്യാപിറ്റലും ഇത് ക്ലോസിംഗ് ക്യാപിറ്റലും. നോക്കാം. ഇനി നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. നമുക്ക് ഡ്രോയിങ്സ് അറിയാം, 2000 വെച്ച് എല്ലാ മാസവും പ്രതിമാസം പിൻവലിച്ചിട്ടുണ്ട് 24,000. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ എഴുതി. ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് നമ്മൾ ഇന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് വന്ന ചിലവുകൾ. അപ്പോൾ ചിലവുകൾ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണെന്ന് വെച്ചാൽ 9,000 രൂപയാണ്. അപ്പോൾ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണെന്ന് വെച്ചാൽ 80,000 കഴിഞ്ഞ വർഷം, ഇത് 1,00,000. ഇത് രണ്ടും കൂടി നമ്മൾ ആദ്യം ആഡ് ചെയ്യണം. ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്തിട്ട് അതിൻ്റെ എത്ര ശതമാനം പ്ലാന്റ് ആൻഡ് മെഷീനറി? അതിൻ്റെ 10%. ശ്രദ്ധിക്കുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രിസിയേഷൻ കാണുമ്പോൾ നമ്മൾ ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഡിവൈഡ് ഇറ്റ് ബൈ 2. 80,000 പ്ലസ് 1 lakh ആൻഡ് ഡിവൈഡ് ഇറ്റ് ബൈ 2. യു വിൽ ഗെറ്റ് 90,000. 90,000 കിട്ടും. ആ 90,000-ൻ്റെ 10%-മാണ് 9,000. ഇനി ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചറും അതേ മെത്തേഡ്. ഫർണിച്ചർ 30,000-ൻ്റെ കൂടെ 25,000 കൂട്ടുക, 55,000 കിട്ടും. ഡിവൈഡ് ഇറ്റ് ബൈ 2. യു വിൽ ബി ഗെറ്റിംഗ് 27,500. അതിൻ്റെ 5%-മാണ് എഴുതിയിരിക്കുന്നത്. 2 വർഷത്തെ ആഡ് ചെയ്ത് ദെൻ യു ഡിവൈഡ് ഇറ്റ് ബൈ 2. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് 5% കാണും. ബാഡ് ഡെപ്റ്റ് 1000-ആണ്. പിന്നെ നമ്മുടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമുക്ക് ഈ വർഷം, അത് നമ്മൾ ഈ നിലവിലുള്ള വർഷം നോക്കുക. സൺട്രി ഡെപ്റ്റേഴ്സ് 40,000-ആണ്. അതിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് പോയിരിക്കുന്നു, ഇനി കിട്ടില്ല. അപ്പോൾ 40,000-ന് ഇനി 39,000 നമുക്ക് കിട്ടുള്ളൂ. കാര്യം ഈ 1000 രൂപ ബാഡ് ഡെപ്റ്റാണ്. അത് കുറച്ചതിന് ശേഷം നമ്മൾ 2% കാണുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 280. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇത് നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും.
ഇനി അവസാനമായിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ, ഇതാണ് നമ്മൾ പ്രധാനമായി തയ്യാറാക്കേണ്ടത്. നമ്മൾ ആദ്യം രണ്ടെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടാൻ വേണ്ടി. ഇതിൽ നമ്മൾ ഈ വർഷത്തെ 2019 സൺട്രി ക്രെഡിറ്റേഴ്സ് ചെയ്ത, ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്ത, ക്യാഷ് അറ്റ് ബാങ്ക് ചെയ്ത, സ്റ്റോക്ക് ഇൻ ട്രേഡ് ചെയ്ത, ഇതൊക്കെ അതേപടി 2019 നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2019 തന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ എഴുതുന്നത്. എന്നിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ 2019 തന്നത് എഴുതിയിട്ട് അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, എഴുതുക. എന്നിട്ട് സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് കുറയ്ക്കുക, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കുറയ്ക്കുക, ഇവിടെ എഴുതുക. പ്ലാന്റ് ആൻഡ് മെഷീനറിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ഇവിടെ എഴുതുക. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചറിൽ നിന്നും ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഡിപ്രിസിയേഷൻ നമ്മൾ കുറച്ചിട്ട് ഇവിടെ എഴുതുക. അപ്പോൾ ഈ രണ്ട് സൈഡും ടാലിയാകും. ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കണക്കാക്കാമെന്ന് നോക്കുക. അതുപോലെ നമ്മൾ സോൾ പ്രൊപ്പറേറ്ററിൻ്റെ കണ്ടത്, ഏകാംഗ വ്യാപാരത്തിൻ്റെ കണ്ടത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. കമ്പൈൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ, നേരത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിന് പകരം കമ്പൈൻഡായി, കമ്പൈൻഡ് ഡ്രോയിങ് ആയി, കമ്പൈൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റലായി, കമ്പൈൻഡ് അഡീഷണൽ ക്യാപിറ്റലായി. ബാക്കിയെല്ലാം അതേമാതിരി തന്നെ. കാര്യം രണ്ടിൽ കൂടുതൽ പേരുണ്ടാകുമ്പോഴാണ് ഒരു ബിസിനസ് സ്ഥാപനത്തെ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ചുരുങ്ങിയത് 2 പേരെങ്കിലും ചേർന്ന് ബിസിനസ് നടത്തുമ്പോഴാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. അതെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു, ഒരു ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സാണ്. ഇത് 3 പേരാണ് ചേർന്നിട്ടാണ് നടത്തുന്നത്. എയും ബിയും സിയും ആണ് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ അംഗങ്ങൾ. 2019 ഈ ഒരു ബാലൻസ് ഷീറ്റ് വന്നിരിക്കുന്നത്. ഇവരുടെ അസറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഇവരുടെ ലയബിലിറ്റീസ്, അതായത് ക്യാപിറ്റലും പിന്നെ ഒരു ക്രെഡിറ്ററും കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണറിൻ്റെ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്, ഓരോ പാർട്ട്ണർമാർ വിഡ്രോ ചെയ്ത കാശ്. പിന്നെ ഇത് ഓപ്പണിംഗ് ആണ്. ഓപ്പണിങ്ങിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ക്ലോസിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ക്ലോസിംഗ് സമയത്ത് ഉള്ള അസറ്റുകളാണ് ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, അഡ്വാൻസ് പേയ്മെൻറ്റ്, ക്രെഡിറ്റർ നമ്മുടെ ലയബിലിറ്റിയാണ്. പിന്നെ എത്രയാണ് മെഷീനറി ഡിപ്രിസിയേറ്റ് ചെയ്യേണ്ടത്? 10%, ഫർണിച്ചർ 7%, 5% ഇൻട്രസ്റ്റ്. പിന്നെ പാർട്ട്ണറിൻ്റെ എത്ര ഷെയറിലാണ്, അതായത് ഈ 3 പാർട്ട്ണർമാർ ഒരാൾ പകുതി എടുക്കും. ഇപ്പോൾ 60 രൂപ കിട്ടിയാൽ ഒരാൾ 30 എടുക്കും, 1/2. അതിൻ്റെ 1/2 അങ്ങ് അയാൾ കൊണ്ടുപോകും, കൊണ്ടുപോകും 1/2. 60 രൂപ കിട്ടിയാൽ 30 രൂപ കൊണ്ടുപോകും. 1/3, അതായത് 60 രൂപ കിട്ടിയാൽ 20 രൂപ ബി കൊണ്ടുപോകും. 1/6, 60 രൂപ കിട്ടിയാൽ 10 രൂപ. അപ്പോൾ 60 തികച്ചായി. 60 നിന്ന് 30 കൊണ്ടുപോയി, 60 നിന്ന് 20 ബി കൊണ്ടുപോയി, 60 നിന്ന് 10 സി കൊണ്ടുപോയി. അപ്പോൾ 60 ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. ഈ അനുപാതത്തിലാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. നമ്മളെന്താ കണ്ടത്? നമുക്ക് ഇവരുടെ പ്രോഫിറ്റാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ്, ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തിന്? ഇവരുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 3200 എഴുതുക. എവിടെ കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്? ക്യാഷ് ഇൻ ഹാൻഡ് 3200. അതിനുശേഷം ഡെപ്റ്റേഴ്സ് 4025, അഡ്വാൻസ് പേയ്മെൻറ്റ് അതും ഡെപ്റ്റേഴ്സ് 4025, അഡ്വാൻസ് പേയ്മെൻറ്റ് 25, സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് കാരണം കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. അത് നമ്മുടെ കയ്യിൽ എടുത്ത് അതിന് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മൾ ആ ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. പിന്നെ മെഷീനറിയും അതേമാതിരി തന്നെ ഇതെടുക്കുക, ഓപ്പണിങ്ങിൽ തന്നെ എടുക്കുക. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ്റെ റേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10% മെഷീനറി,
അതായത് ഇതിൻ്റെ 10%. ഫർണിച്ചർ 600ൻ്റെ 7%. ഇത്രയാണ് വന്നിരിക്കുന്നത്. പിന്നെ കമ്പൈൻഡ്, എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സൂചിപ്പിക്കട്ടെ, ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടും ഇവിടെ നിങ്ങൾ കറണ്ട് അക്കൗണ്ടും കാണുന്നുണ്ടാവും. ഇത് രണ്ടും അക്ഷരാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഓണറിൻ്റെ അക്കൗണ്ടാണ് രണ്ടും. കാരണം ഈ അക്കൗണ്ടിനൊരു മാറ്റം വരില്ല. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ് ശരിക്കും. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. ഇതിന് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും പിന്നെ ഡ്രോയിങ്സ് നടത്തുമ്പോഴൊക്കെ ഇതിലാണ് വ്യതിയാനങ്ങൾ വരിക. ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർമാരുടെ അക്കൗണ്ടിലേക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ട്, ചിലതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഇങ്ങനെ കറണ്ട് അക്കൗണ്ടൊന്നും കാണാം. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റമില്ലാതെ തന്നെ തുടരും. എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക ഈ കറണ്ട് അക്കൗണ്ടിലാണ്. കാര്യം ഇവർ പിൻവലിക്കുമ്പോൾ ഇതിന്ന് കുറയും, ഇവരിലേക്ക് പ്രോഫിറ്റ് വരുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്ന ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുകൾ രണ്ടും എ ബി സി. അപ്പോൾ എക്കും ബിൻ്റെയും കറണ്ട് അക്കൗണ്ട് ഇവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ ലയബിലിറ്റിയിലാണ് കിടക്കുന്നത്. സീൻ്റെ കറണ്ട് അക്കൗണ്ട് ഇവിടെ അസറ്റിലാണ് കിടക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും അധികം തുക ഈ സ്ഥാപനത്തിൽ നിന്ന്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല. ഇയാളുടെ കറണ്ട് അക്കൗണ്ടിൽ കിടന്ന തുകയിലെക്കാട്ടും കൂടുതൽ തുക പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇനി തുക കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, ഈ 270 മുകളിലൊരു തുക കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇയാളുടെ കറണ്ട് അക്കൗണ്ട് ഇനി ലയബിലിറ്റിയിലേക്ക് വരുള്ളൂ. ഇനി ഇയാൾ ഇങ്ങോട്ട് കൊടുക്കാനുള്ളത് ഇയാളുടെ കറണ്ട് അക്കൗണ്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കാണ് കാശ് കൊടുക്കാനുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും ഈ 145 രൂപ കമ്പനിയിലേക്ക് ഇവരിട്ടതിൻ്റെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് ആണ്. ഈ ബി ഇട്ട 100 രൂപ ഇതിലെ ബാലൻസാണ് കിടക്കുന്നത്. ഇയാളുടെ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കറണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള തുകയിലെക്കാട്ടിയും കൂടുതൽ തുകകൾ പിൻവലിച്ചു പോയത് കൊണ്ടാണ് ഇയാൾക്ക് ഇവിടെ 170 രൂപ വരാൻ കാരണം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസുകളാണ് കാണേണ്ടത്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്, അക്കൗണ്ടുകൾ എഴുതി ഡിപ്രിസിയേഷൻ ചെയ്തു. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മാറ്റമില്ലാതെ തുടരും. കാര്യം കറണ്ട് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് കറണ്ട് അക്കൗണ്ടും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്യും. വ്യതിയാനങ്ങൾ വരുന്നതൊക്കെയാണ് കറണ്ട് അക്കൗണ്ടിൽ. ഡ്രോയിങ്സ് വരുമ്പോഴൊക്കെ അതിൽ നിന്ന് കുറയ്ക്കും. ഈ ക്യാപിറ്റലിൽ യാതൊരു മാറ്റം ഇല്ലാതെ തുടരും. അത് അതേപടി തന്നെ എഴുതിയിട്ട് 9000 രൂപ എന്ന് എഴുതുക. എന്നിട്ട് കൂട്ടി നോക്കുന്ന നേരത്ത് ഇവിടെയാണ് എന്ത് വരുന്നതെന്ന് വെച്ചാൽ ബാലൻസ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥാപനത്തിനല്ല പാർട്ട്ണർമാരോട് ബാധ്യത, പാർട്ട്ണർമാർക്കായി സ്ഥാപനത്തോട് ബാധ്യത. കാരണം ബാലൻസിങ് ഫിഗർ അസറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാർട്ട്ണറാണ് സ്ഥാപനത്തിൽ കാശ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കമ്പൈൻഡ് കറണ്ട് അക്കൗണ്ട് അത് കണ്ടില്ലേ, മൈനസ് ആണ്. ഇതായതുകൊണ്ട് ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് കറണ്ട് അക്കൗണ്ട് -31. കാരണം ഈ അസറ്റ് സൈഡിൽ വന്നതുകൊണ്ട് -39 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ വർഷത്തെ ഡ്രോയിങ്സ്, ഈ ഡ്രോയിങ്സിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഡ്രോയിങ്സ് കുറച്ചു. ഇനി ലെസ് ഓപ്പണിംഗ് കമ്പൈൻഡ്. അപ്പോൾ ഓപ്പണിംഗ് കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതാണ്, എൻ്റെയും ബിൻ്റെയും ക്രെഡിറ്റില്ല. ഈ കേസിൽ ഇത് തുടങ്ങുന്ന നേരത്ത് ഇത് രണ്ടുപേരും ഇവിടെ കിടക്കുന്നത്. ഇയാളതാണ് നെഗറ്റീവിൽ കിടക്കുന്നത്, അസറ്റ് കിടക്കുന്നത് കൊണ്ട് നെഗറ്റീവ്. ഇവിടെ വരുമ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇത് പോസിറ്റീവ് ആവുക. കാര്യം ഇവർക്ക് കാശ് കിട്ടാനുള്ളതാണ്, ഇയാൾ കാശ് ഇനി സ്ഥാപനത്തിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് രണ്ടും ക്രെഡിറ്റാണ്. ഇത് ആഡ് ചെയ്യുക. ഇതിൽ നിന്ന് ഈ സീൻ്റെത്, അതായത് അസറ്റ് കിടന്ന ആളത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 75 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി.
ഇനി നമുക്ക് എക്സ്പെൻസുകൾ നമുക്ക് ഇന്ന് കുറച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കാര്യം ആ ഇൻട്രസ്റ്റ് വരുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ ക്യാപിറ്റലിലാണ് വരിക, കറണ്ടിലല്ല ഇൻട്രസ്റ്റ് വരിക. അതെ, ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇൻട്രസ്റ്റ് വരിക. അതിൽ ഓരോന്ന് ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 5% കാണുക, എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ അത് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഈ നെറ്റ് പ്രോഫിറ്റ് ഇവർ എങ്ങനെയാണ് ഷെയർ ചെയ്യുക? നേരത്തെ പറഞ്ഞ് ഒരാൾ പകുതി, ഒരാൾ 1/3, ഒരാൾ 1/6. അപ്പോൾ ആ റേഷ്യോയിലാണ് ഈ തുക ഇവർ ഷെയർ ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഫൈനലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ തയ്യാറാക്കുക. ആദ്യം ഈ വർഷം വന്ന ക്രെഡിറ്റേഴ്സ്, പിന്നെ ഇവരുടെ ക്യാപിറ്റൽ ഒരു മാറ്റമില്ലാതെ തുടരും. കറണ്ട് അക്കൗണ്ട്, ഇയാൾക്ക് 145 ഉണ്ടായിരുന്നു, അതിലേക്ക് വീണ്ടും പ്രോഫിറ്റ് ആഡായി, അതിലേക്ക് ഇയാളുടെ ഇൻട്രസ്റ്റ് വന്ന് ഇയാളുടെ ഡ്രോയിങ്സ്. ബീൻ്റെ കറണ്ട് അക്കൗണ്ട് 100 രൂപ ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ആഡായി, ഇൻട്രസ്റ്റ് ആഡായി, ഡ്രോയിങ്സ്. പിന്നെന്താണ്? ക്യാഷ്. അതൊക്കെ നമ്മൾ എവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്കൊക്കെയാണ് എഴുതുന്നത്. അതൊക്കെ എഴുതി ഫർണിച്ചറിൻ്റെ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, മെഷീനറിയിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുക. സീൻ്റെ കറണ്ട് അക്കൗണ്ടിൽ അയാളുടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അയാളുടെ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക. എന്നിട്ടും ഇയാൾക്ക് ഇനിയും 330 രൂപ കൊടുക്കാനുണ്ട് സ്ഥാപനത്തിലേക്ക്. അങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് പാർട്ട്ണർഷിപ്പിൻ്റെയും തയ്യാറാക്കാം.